മിസ്റ്റർ മോദി പറയുന്നത് അതൊന്നുമല്ല കാര്യമെന്നാണ്. ബോംബെ ചരിത്രത്തിലാദ്യമായി ഒരു കോടീശ്വര നഗരമായിരിക്കുന്നു എന്നാണ്, മില്യണർ സിറ്റി ആയിരിക്കുന്നു എന്നാണ്. ബോംബെ എങ്ങനെയാണ് മില്യണർ സിറ്റി ആയത്? കഴിഞ്ഞ വർഷം ബീജിംഗ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന സിറ്റി. എന്നാൽ ഇപ്പോൾ ലോകത്തിലെ സമ്പന്ന നഗരം ബോംബെയാണ്. കാര്യമെന്ത്? അദാനി എവിടെയാണ്? അംബാനി എവിടെയാണ്? ഇവരൊക്കെ എവിടെയുണ്ട്? ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, ഇവരാണ് ലോകത്തിലെ സമ്പന്നന്മാരായി അറിയപ്പെടുന്നതെങ്കിൽ ലോകത്തിലെ സമ്പന്നന്മാരുടെ കണക്ക് നിങ്ങളൊന്ന് പരിശോധിക്കുക. നിങ്ങളുടെ കയ്യിൽ ChatGPT ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട്. ഒന്ന് സെർച്ച് ചെയ്യൂ നിങ്ങൾ ലോകത്തിലെ സമ്പന്നരെ കുറിച്ചുള്ള ഒരു ചെറിയ അന്വേഷണം. നിങ്ങൾ ഇലോൺ മസ്കിനെ കുറിച്ച് പരിശോധിക്കുക. ഗൂഗിൾ എടുത്ത് ഇലോൺ മസ്ക് എന്ന് അടിച്ചാൽ ഉടൻ വരും ടെസ്ല കാർ. ലോകത്തെ ചെറുപ്പക്കാരുടെയും മോട്ടോർ വാഹനത്തെ ഇഷ്ടപ്പെടുന്നവരുടെയും അതിശയമാണ് ടെസ്ല കാർ. അത് വികസിപ്പിച്ചെടുത്തത് ഇലോൺ മസ്ക് ആണ്. നമുക്കിവിടെ ടൂർ പാക്കേജുകൾ ഉണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോകാൻ. എന്നാൽ എലോൺ മസ്കിന്റെ ടൂർ പാക്കേജ്, അദ്ദേഹത്തിന്റെ ടൂർ പാക്കേജ് കമ്പനി സ്പേസ് എക്സ് ആണ്. നിങ്ങളെ ടൂർ കൊണ്ടുപോകുന്നത് ചന്ദ്രനിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കുമാണ്. സ്പേസ് എക്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര്. സ്പേസ് എക്സിന്റെ ഉടമയാണ് എലോൺ മസ്ക്. നിങ്ങള് ബിൽഗേറ്റ്സിനെ ഒന്ന് അടിച്ചു നോക്ക് ഗൂഗിളിൽ, ഉടൻ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എന്ന് വരും. മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടറാണ് ബിൽഗേറ്റ്സ്. നിങ്ങൾ അലിബാബ അടിച്ചു നോക്ക്, ചൈനയുടെ അലിബാബ. ബാംഗ്ലൂരിൽ പോയാൽ, ഹൈദരാബാദിൽ പോയാൽ, ഡൽഹിയിൽ പോയാൽ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന അലിബാബയുടെ കമ്പനികൾ കാണാം. ലോകത്ത് മുഴുവൻ വ്യാപരിച്ചു കിടക്കുന്നു അലിബാബ. സോഫ്റ്റ്വെയർ രംഗത്തെ കുലപതിയാണ് അലിബാബ. അവരുടേതാണ് ആ പ്രൊഡക്റ്റ്. ലോകത്തിലെ വമ്പിച്ച മുതലാളിയാണ്. നിങ്ങൾ ജെഫ് ബെസ് എന്നെടുക്ക്, അടിച്ചാൽ ഉടൻ വരും ആമസോൺ. എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ സമ്പന്നരും അവരുടെ തന്നെ കണ്ടുപിടുത്തങ്ങളും അവരുടെ പ്രോഡക്റ്റുകളും വിറ്റാണ് അവർ ലോകത്തിലെ ധനാഢ്യരായത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുതലാളിയായിട്ടുള്ള അംബാനി എന്താണ് കണ്ടുപിടിച്ചത്? ഒരു മുട്ടുസൂചി. അദാനി എന്താണ് കണ്ടുപിടിച്ചത്? ഇവരൊന്നും കണ്ടുപിടിച്ചതല്ല, അവര് രാജ്യത്തെ ലൂട്ട് ചെയ്തതാണ്. ഈ രാജ്യത്തിലെ എയർപോർട്ടുകളും സീപോർട്ടുകളും ഭരിക്കുന്നവൻ ഇവർക്ക് തീരെഴുതി കൊടുത്തതാണ്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ രാജ്യത്തെ പറ്റിച്ചുണ്ടാക്കിയതാണ്. ഭരണകൂടത്തിന്റെ ഇടനാഴിയിൽ കറങ്ങി നടന്ന് പറ്റിച്ചുണ്ടാക്കിയവർ. അവരുടെ പേരിലാണ് മോദി ഈ ലോകത്തിന്റെ പേരിൽ അഭിമാനിക്കാൻ നമ്മളോട് പറയുന്നത്. മോദിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ ആരാണ്? BJPയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ ആരാണ്? കെ സുരേന്ദ്രനാണ്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം വയനാട്ടിലാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ. ഭയങ്കര സംഭവമാണ്. ചില മീഡിയകളൊക്കെ പറഞ്ഞത് രാഹുലിനെ വയനാട്ടിൽ കെട്ടിയിടാൻ തീരുമാനിച്ചു, അതിനാൽ സുരേന്ദ്രനെ കൊണ്ടുവന്നതാണ്. ആയിക്കോട്ടെ, അതൊക്കെ നടക്കട്ടെ. ഏതായാലും വലിയ സംഭവമാണ്. അദ്ദേഹം മെനഞ്ഞാന്ന് ഞങ്ങൾ വയനാട്ടുകാർക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു ഓഫർ തന്നു. എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, എന്നെ എങ്ങാനും ജയിപ്പിച്ചാൽ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും. ഞങ്ങൾ രക്ഷപ്പെട്ടു. സാധാരണ എന്താ വെച്ചാൽ വയനാട്ടിൽ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നു, ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ട് ഇറങ്ങുകയാണ്. വയനാട്ടിൽ സ്ഥിരമായിട്ട് പുലി ഇറങ്ങുന്നു. കാരണം അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരിന്റെ ബോർഡാണ്. വയനാട്ടിന് ബദൽ റോഡ് ഇല്ലാത്തത്, വയനാട്ടിന് രാത്രി സഞ്ചാരം ഇല്ലാത്തത്, വയനാട്ടിലെ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്, വയനാട്ടിലെ കൃഷിക്ക് വിലയില്ലാത്തത് എല്ലാം നോക്കുമ്പോൾ ഈ സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കൊണ്ടാണ്. ഞാൻ ഈ സുരേന്ദ്രനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ജനിക്കുമ്പോഴേ പൊട്ടന്മാരാണോ, അതല്ല BJPയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആവുന്നതാണോ? എങ്ങനെയാണത്? എന്തൊരു തരം വിവരക്കെട ഈ പറയുന്നത്? ഈ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് വന്നു, ഇപ്പൊ തിരൂർ എന്നുള്ള പേര് വന്നു. ഇവിടുത്തെ ഏതെങ്കിലും കുറുക്കോളിന്റെ അമ്മാവന്റെ പേരാ? ഇവിടെ സുൽത്താൻ ബത്തേരി ആരുടെ പേരുണ്ടോ? സുൽത്താൻസ് ബാറ്ററി എന്ന് ജനങ്ങൾ വിളിച്ച് അതിൽ നിന്ന് ലോപിച്ച് സുൽത്താൻ ബത്തേരി. ഓരോ നാട്ടിൽ ഓരോ പേര് എങ്ങനെ വന്നു? അതിൻ്റെയൊക്കെ ചരിത്രം നോക്കിയിട്ട് അത് മാറ്റുക. എന്തു നരമ്പ് രോഗത്തെയാണ് നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നത്? ഒരു ഭരണകൂടം എന്തെല്ലാം പറയാനുണ്ട്. മോദി 10 കൊല്ലം മുമ്പ് പറഞ്ഞ വലിയ ഡയലോഗാണ് മേക്ക് ഇൻ ഇന്ത്യ. നിങ്ങൾ എന്താ മേക്ക് ചെയ്ത്? ഒന്ന് പറഞ്ഞേ. അദാനിനെ മേക്ക് ചെയ്ത്, അംബാനിനെ മേക്ക് ചെയ്ത്, എന്താ ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയതൊക്കെ വിറ്റല്ലോ നിങ്ങൾ. രാജ്യത്തിലെ നിരവധി കമ്പനികൾ നിങ്ങൾ വിറ്റു, സീപോർട്ടുകൾ വിറ്റു, എയർപോർട്ടുകൾ വിറ്റു.
ഇന്ത്യയിലെ ഏക വിമാന കമ്പനി വിറ്റു. ബിജെപിക്കാരാ. ബഹ്റൈൻ എന്ന് പറയുന്നത് കോടിമുട്ടയുടെ വലിപ്പമുള്ള ഒരു രാജ്യമാണ്. അവർക്ക് സ്വന്തമായ വിമാന കമ്പനിയുണ്ട്, ഗൾഫ് എയർ. ഇന്ത്യയുടെ ഏറെ വിറ്റു. നിങ്ങൾ എന്താ ഉണ്ടാക്കിയത്? മേക്ക് ഇൻ ഇന്ത്യ എന്ന പടായി വിടുമ്പോ ഇവിടെ ഉണ്ടാക്കിയത് എന്താണ്? എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പറ. ഇവിടെ ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയും. 1947 ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ ഈ നാട്ടില് ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അതിശയം തോന്നുന്ന ഒരു രാജ്യമാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നുണ്ട്, ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഒരു മഹാദുരന്തമായിരിക്കും. കാര്യം എന്താണ്? തമ്മിൽ തെറ്റിപ്പിരിയാൻ 100,000 കാരണങ്ങൾ, 4599 ജാതിയും മതങ്ങളും, 325 ഭാഷ, വ്യത്യസ്തമായ ഭൂപ്രകൃതികൾ. ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകും? ഗാന്ധിജിയാണ് മുമ്പിൽ നടന്നത്. ഭരണം വിട്ടാ പോയത്. ഭരണം വിട്ട് നടന്നു, അധികാരത്തിലേക്ക് വന്നില്ല. ഓഗസ്റ്റ് 15 ഈ രാജ്യത്തിൽ ആദ്യത്തെ ത്രിവർണ്ണ പതാക ആകാശത്തേക്ക് ഉയരുമ്പോ ആ വൃദ്ധനായ മനുഷ്യൻ അബ്കാലിയിലായിരുന്നു. ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ യോജിപ്പിക്കാൻ, ഒന്നാക്കാൻ. ആ മനുഷ്യനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അന്ന് രാത്രിയിൽ വിറയാർന്ന ശബ്ദത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ നെഹ്റു പറയുന്നുണ്ട്, ആ വിളക്കുമരം അടഞ്ഞുപോയി. ഒരു പ്രയാസം വരുമ്പോ, എവിടെയെങ്കിലും പോയി മുട്ടി നിൽക്കുമ്പോൾ ഇനി എന്ത് എന്ന് ആലോചിക്കുമ്പോൾ പോയി ചോദിക്കാൻ, പറയാൻ ഒരാളുണ്ടായിരുന്നു. അത് തീർന്നു. പ്രസംഗത്തിന്റെ അവസാനത്തിൽ നെഹ്റു തിരിച്ചു വരുന്നുണ്ട്, വൈകാരികതയെ മറികടന്ന് തിരിച്ചു വരുന്നുണ്ട്. ഞാൻ ആ വിളക്കമരം അണഞ്ഞുപോയി എന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു പോയോ? ഇല്ല. ആ ദർശനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്കത് മതി മുന്നോട്ട് പോകാൻ. നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ്. ഈ രാജ്യത്ത് ഗാന്ധിയൻ വീക്ഷണങ്ങളാണ്. ഈ രാജ്യത്ത് 100 കണക്കിന് ഡാമുകൾ ഉണ്ടാക്കി, കർഷകർക്ക് NIT ഉണ്ടാക്കി, IIM ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി. നമുക്കൊരു നയമുണ്ടായിരുന്നു, ചേരി ചേരാ നയം. എന്തൊരു സുന്ദരമായ പേരാണത്, ചേരി ചേരാ നയം. ഇതാ കണ്ടില്ലേ നിങ്ങള്? ഇസ്രായേലിൽ എത്ര മാസങ്ങളായി ഇപ്പൊ ഇറാനുമായി പ്രശ്നമായി. തുർക്കിയിൽ നിന്ന് വരുന്ന വിമാനങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്നു. സംഘർഷഭരിതമാണ് ആ മേഖല. ഇന്ത്യക്ക് എന്താ റോള്? ഇന്ത്യക്ക് എന്താ റോള്? ലോകത്തിന്റെ നെറുകയിൽ നിൽക്കാൻ പാകത്തിൽ ഈ രാജ്യം വന്നിരുന്നു, ശക്തമായി. യൂറോപ്പിനെ വെല്ലുവിളിച്ച് ഏഷ്യയിൽ ഒരു കരുത്തായി ഇന്ത്യ മുന്നിലുണ്ടായിരുന്നു. ഈ രാജ്യം ഉയർത്തിക്കൊണ്ടുവന്ന നിലപാടുകൾ. നിങ്ങൾ എന്താ ചെയ്തത്? മോദി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വിടലുണ്ടല്ലോ, അതൊക്കെ നടത്തുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യം പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. നിങ്ങൾ സംസാരം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ലോകോത്തരമായ ഒരു ഭരണഘടന ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മുട്ടുകാലിൽ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ രാജ്യം ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്.